ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലും ലുക്കിലും നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഒരു മുട്ടക്കറി വെക്കാൻ പറ്റുക നോക്കാം. അപ്പം ആദ്യം പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് 2 പച്ചമുളക് ഇട്ടുക, പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് സവാള ചേർക്കുക. സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ സവാളേൻ്റെ കളറ് ഒരു ഗോൾഡൻ പോലെ ആവുന്നത് വരെ വഴറ്റുമ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ സവാള ഒരു പാകത്തിനായെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുക. അപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ പാകത്തിന് എരിവനുസരിച്ചിട്ടൊക്കെ നമുക്ക് മുളക് പൊടി ചേർക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു മണം മാറുന്ന വരെ വഴറ്റിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ഞാൻ അതിടുകയാണ്. അപ്പം നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചിട്ട് വേണേൽ കൂട്ടി ഇടാം. അപ്പം അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അപ്പം ഞാൻ ആദ്യം ഒഴിച്ച് ചൂടുവെള്ളം പാകമല്ലാന്ന് തോന്നിയപ്പോൾ ഇച്ചിരിയും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു മുട്ട നമുക്കിങ്ങനെ വേഗം പാകത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്യാതെ മുട്ട പൊട്ടിച്ച് വേണമെങ്കിലും ഒഴിക്കാം. അപ്പം ഞാനിന്നിവിടെ ബീറ്റ് ചെയ്ത് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് അങ്ങനെ ചെയ്തു. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്തത് നമ്മൾ ആ ഗ്രേവീൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ മതി. അങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഇത് ശരിക്കും മുട്ട ഇങ്ങനെ നമ്മൾ സാധാരണ പൊരിക്കില്ലേ, അപ്പോൾ അതുപോലെ തന്നെ വരും കേട്ടോ. നല്ല ഒരു സ്പോഞ്ച് പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്നിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടെ വേകാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുവാണ്. അങ്ങനെ തിരിച്ചിട്ട് എല്ലാ പീസസും അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അപ്പം ഞാനിന്നിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയതാണ് ഒഴിക്കുന്നത്. എൻ്റെ അടുത്ത് അതായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഞാൻ അതും ഒരു ലേശം ഇങ്ങനെ അതിൻ്റെ മേലേക്കൊരു ക്രീം പരുവത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആ ഗ്ലാസിൻ്റെ അകത്തൊരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് വേവിക്കുക. അപ്പോൾ ഈ തേങ്ങാപ്പാലിനൊരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളതൊന്ന് ആ ചാറിലേക്ക് ബ്ലെൻഡ് ആവുന്ന വരെ, നമ്മൾ ആ മുട്ടയിലേക്കൊക്കെ പിടിക്കുന്നവരെ ഒരു 2 മിനിറ്റ്സ് ഒന്ന് വയ്ക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല വെറൈറ്റി ടേസ്റ്റാണ്, കാണാനും ഭയങ്കര വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.